ആളുകളൊക്കെ പേടി ടി വി കാണും കേട്ടാ. മോളും പോലെ ടി വി കാണും. ഇത് രണ്ടാമത്തോന് രണ്ടാമത്തോനായത്. ഇത് രണ്ടാമത്തോൻ. ഇത് മൂത്തവൻ. ഇത് മൂത്തവനാണ്. ഒരാൾ കിടക്കുന്നില്ല. കിടന്നുറങ്ങും. ഒരാൾ കിടന്നുറങ്ങും. മോള് കിടന്നു. ചൂടല്ലേ? എന്ത് ചൂടാണ്. അവൾ കിടന്നുറങ്ങും. പിന്നെ റൈശാനം എടുക്കണോന്നില്ല. അതെ, ഗ്യാസൊന്നുമില്ല ഇവിടെ കേട്ടാ. ഗ്യാസ് തീർന്ന് ഗ്യാസ് കിട്ടാൻ എന്തൊരു പണിയാ. ആ ഇറാനിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ആ ഇറാനിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാൻ എന്താ ഇപ്പൊ ഇന്ത്യക്കാർ നമ്മളെ കഷ്ടപ്പെടുത്തില്ലേ? അവിടെ പോയി ചായ സൽക്കാരം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അറബികൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കൂലേ നമ്മളെ പ്രധാനമന്ത്രി? പറഞ്ഞു കൊടുത്താലേ അവർ കേൾക്കും അറബികൾക്ക്. അതാ ഇറാന് ചെറിയൊരു രാജ്യമായാലും എന്താ അവരുടെ സമ്മതം ഇല്ലാണ്ട് എന്തെങ്കിലും നടക്കുമോ? ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ആ ഇറാൻ്റെ സമ്മതം ഇല്ലാതെ വല്ലതും വരുമോ? മുസ്ലിങ്ങളോട്ട് കൊള്ളത്തുമില്ല. മുസ്ലിങ്ങൾ എല്ലാം കിട്ടണേ മുസ്ലിങ്ങൾ വേണം താനും. ഈ ഗൾഫ് രാജ്യമൊക്കെ ഇല്ലെങ്കിൽ എന്താവും? ഇവിടെ ഉള്ള പിള്ളേർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാ പണിക്കാർക്കും പണി ഉണ്ടാകാനും ജാതി മത ഭേദമന്യേ എല്ലാവരും ജീവിക്കുന്നതും എല്ലാം ഈ പ്രവാസികളായിട്ടല്ലേ? ഈ പ്രവാസി ലോകത്ത് പോയിട്ടല്ലേ? അതെന്താ മനസ്സിലാക്കാത്തത്? ഇപ്പൊ ഗ്യാസിനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാ. ഇങ്ങനെ ഉണ്ട്. അതെ, ഒരാളാണ് ഇപ്പൊ ചായ ഒക്കെ വെക്കാൻ പോണത്. എന്നാ ശരിട്ടാ. അസ്സലാമു അലൈക്കും.